ഇടുത്തിയായി പാചകവാതക വില വീണ്ടും കൂട്ടിയിരിക്കുകയാണ്. വാണിജ്യ സിലിണ്ടറിന്റെ വില 19 കിലോയ്ക്ക് 46 രൂപ കൂടിയിട്ടുണ്ട്. ഇതോടെ ഒരു സിലിണ്ടറിന് 3131 രൂപ നൽകേണ്ടി വരും. എന്തായാലും ഫെബ്രുവരിയിൽ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇത് 4ാം തവണയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ AT അശ്വതി ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. അശ്വതി, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം വാണിജ്യ സിലിണ്ടറിന്റെ വില രണ്ടാമതും വീണ്ടും കൂട്ടിയിരിക്കുകയാണ്. പിന്നൊരാശ്വാസം എന്ന് പറയുന്നത് ഗാർഹിക സിലിണ്ടറിന്റെ വില കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഈ വാണിജ്യ സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ ഹോട്ടലുകളിൽ മെനുവിനൊക്കെ വിലയിൽ മാറ്റം വരാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നു അല്ലേ? ഗുഡ് മോർണിംഗ് ശ്രീജ. ഈ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ പശ്ചിമേഷ്യൻ സംഘർഷം നടന്നതിന് ശേഷം 4 തവണയാണ് പാചകവാതകത്തിന് വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതിൽ മെയ് മാസത്തിൽ തന്നെ 993 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ വില വർധനവ് ഉണ്ടായിരിക്കുന്നത്. അത് ഹോട്ടൽ മേഖലകളെയൊക്കെ ആകെ ഉലയ്ക്കുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഹോട്ടലുകളിലെ എല്ലാ സാധനങ്ങൾക്കും എല്ലാ ഐറ്റംസിനും ഒക്കെ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്ന സാധാരണ ജനങ്ങളെയാണ് വലയ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ കലൂരിലെ മാത റെസ്റ്റോറൻറ്റിലാണുള്ളത്. ഇവിടുത്തെ ഉടമയാണ്. ചേട്ടാ, എങ്ങനെയാണ് ഈ വില വർധനവിനെ കാണുന്നത്? വീണ്ടും വീണ്ടും ഇങ്ങനെ വില കൂടുക? അതെ, വീണ്ടും വീണ്ടും ഇങ്ങനെ വില കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വളരെ കഷ്ടത്തിൽ തന്നെ കാര്യങ്ങൾ. ഇപ്പോൾ ഗ്യാസിന് വില കൂടിയെന്നും പറഞ്ഞിട്ട് നമ്മൾ പൈസ 3 രൂപയും 2 രൂപ വെച്ചൊക്കെ കൂട്ടിയിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ അടുത്തത് പാലിനും ബീഫിനും അരിക്കും എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കണേ, പച്ചക്കറിക്കാണെങ്കിലും. അതുകൊണ്ട് നമ്മളും അതനുസരിച്ച് കൂട്ടിയില്ലെങ്കിൽ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത്. ഇപ്പോൾ ഈ മാസമൊക്കെ നമ്മുടെ ഐറ്റംസിനൊക്കെ വീണ്ടും വില കൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂട്ടിയിട്ടില്ല. നമ്മൾ നിലവിലത്തെ ഇതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കണേ. ചായക്കൊക്കെ നമ്മൾ 1 രൂപ കൂട്ടിയുള്ളൂ. പക്ഷേ അതൊന്നും നമുക്ക് പറ്റില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചായക്ക് 20 രൂപയെങ്കിലും ആക്കണം. ശരിക്കും മിനിമം 15 ഇതിന് കിട്ടിയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇത് ഒരു വരും മാസങ്ങളിലൊക്കെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ നിങ്ങൾക്ക് ഹോട്ടൽ മേഖല? തീർച്ചയായിട്ടും. ഇപ്പം തന്നെ ആൾക്കാരൊക്കെ വളരെ കുറവാണ് രാവിലെ എത്തണം. രാവിലെ ഇതൊന്നും അല്ല കടയിൽ സാഹചര്യം. ഇതിനും കൂടുതൽ കസ്റ്റമേഴ്സ് രാവിലെയൊക്കെ ചായ കുടിക്കാൻ വന്നിരുന്നതാണ്. ഇപ്പം അതൊക്കെ വളരെ കുറഞ്ഞ് ഇനിയും പ്രതിസന്ധി തന്നെയായിരിക്കും. കാരണം ഇനിയും വില കൂടും എന്നാണ് പറയണത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ വളരെ പ്രയാസത്തിലായിരിക്കുള്ളൂ കാര്യങ്ങൾ. ചില ഹോട്ടലുകളൊക്കെ അവിടുത്തെ ഐറ്റംസിന്റെ എണ്ണമൊക്കെ കുറച്ച് കണ്ടു. അങ്ങനെയൊക്കെ കുറച്ച് നമ്മൾ നിലവിൽ ഗ്യാസ് കിട്ടി തുടങ്ങിയപ്പോൾ കുറച്ചതെല്ലാം അതുപോലെ തന്നെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ പോണത്. ഇനി ഇവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ രാവിലെ നമുക്കറിയാം, നമുക്ക് തൊട്ടടുത്തുള്ള ഹോട്ടലാണ്. ഇവിടെ നിരവധി ആളുകൾ ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ആൾക്കാർ കുറവാണ്. എങ്ങനെയാണ് ആളുകളുടെ ഒരു പ്രതികരണം? ഒരു കുഞ്ഞുമോള് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കുന്നത്. നേരത്തെ ഇവിടെ ആളുകളൊക്കെ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നതാണ്. എന്തായാലും ഇവിടുത്തെ മൊത്തത്തിൽ ചേട്ടാ, ഇവിടെ എങ്ങനെയാണ് ഈ വില വർദ്ധിക്കുകയാണ്? ഓക്കെ, എന്തായാലും ഈ വിലവർദ്ധനവ് ആളുകളെയൊക്കെ തന്നെ പല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആശങ്കകൾ ഈ വിഷയത്തിലുണ്ട്. ആ ആശങ്കകൾ വരും ദിവസങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല ഹോട്ടലുകളിലും മെനു ഒക്കെ വെട്ടിക്കുറച്ചു എന്നതാണ് നമുക്കിതിൽ വലിയൊരു സങ്കടമായിട്ടുള്ളത്. ചേട്ടാ, ഭക്ഷണം കഴിക്കാൻ വന്നാണോ? അതെ അതെ. ഈ വില കൂടിയല്ലോ ഗ്യാസിന്, നാച്ചുറൽ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ അല്ലേ, എക്സ്പെക്റ്റഡ്. അതിന് പ്രിപ്പയർഡാണ്. ഈ പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ പലരും ഇത്തരത്തിലുള്ള വിലവർദ്ധനവിനെയൊക്കെ നേരത്തെ തന്നെ മുൻകൂട്ടി കാണുന്നുണ്ട്. അത് എല്ലാവരും പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിലും ഈ വിലവർദ്ധനവിനനുസരിച്ച് നമുക്കൊരു വരുമാനം, അതൊക്കെ പലരും നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളതാണ്. ആ ഒരു വരുമാനം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ സാധാരണക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഹോട്ടലുകളിലേക്കൊക്കെ ആളുകൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എത്തുന്ന ഒരു സമയമാകുന്നതേ ഉള്ളൂ. എന്തായാലും അവരുടെ ആശങ്ക വളരെ വലുതാണ്. ഗാർഹിക സിലിണ്ടറിന് അതിന് വില വർദ്ധിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ചെറിയൊരു ആശ്വാസമായിട്ട് ഇന്നുള്ളത് ശ്രീജ.